വാക്പോര് മാത്രം ബാക്കി നിൽക്കുകയാണ് പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. കാരണം അന്തിമ കരാറിൽ ഒപ്പുവെച്ചു. അതിനുശേഷം അന്തിമമായ ചില ചർച്ചകൾ കൂടി പൂർത്തിയാകാനുണ്ട്. അതിപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നത്. അമേരിക്കൻ പ്രതിനിധികളും ഇറാൻ്റെ പ്രതിനിധികളും അവിടെ എത്തി അത്തരം ചർച്ചകളുടെ ഭാഗമാകും, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് എന്നൊക്കെയായിരുന്നു പ്രധാനമായും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ലെബനൻ പൂർണ്ണമായും ചുട്ടരിക്കും എന്നുള്ള ഇസ്രായേലിൻ്റെ പ്രസ്താവന അതിപ്പോൾ ഇതിന് വിഘാതമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നാണിപ്പോൾ ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ഹിസ്ബുള്ള വെടിനിർത്തൽ ധാരണയായി എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലത്തിനിടയിലാണ് ഇത്തരം ചില സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. പ്രാദേശിക സമയം ഇന്നലെ 4 മണി മുതൽ വെടിനിർത്തൽ എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അമേരിക്കയും ഖത്തറും ഇടപെട്ടാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയത് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ലെബനൻ പൂർണ്ണമായും ചുട്ടരിക്കണമെന്ന ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ ഗ്വീറിന്റെ പ്രസ്താവന വന്നത്. ഇതിനെ ശക്തമായി അപലപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ജി രംഗത്ത് വരികയാണ്. ഈ അബ്ബാസ് അരക്ജിയും ഈ ചർച്ചയുടെ ഭാഗമാകേണ്ടതാണ്. പക്ഷേ അബ്ബാസ് അരക്ജി ഇതുവരെ ജനീവയിൽ എത്തിയിട്ടില്ല. അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഇസ്രായേൽ ഭരണകൂടം ആഗ്രഹിക്കുന്നത് മേഖലയിൽ സ്ഥിരമായി യുദ്ധം വേണമെന്നാണ് എന്നും അരാക്ചി കുറ്റപ്പെടുത്തുന്ന പശ്ചാത്തലം ഉണ്ട്. 4 ഇസ്രായേൽ സൈനികരാണ് ലെബനൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 18ഓളം ലെബനൻ ഭടന്മാരും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് ചെറിയ തോതിലെങ്കിലും ഈ ചർച്ചകൾക്ക് ഒരു വിഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. വി ആർ കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഈ ചർച്ചകളെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വെടിനിർത്തൽ ധാരണയായിട്ടും ഇപ്പോഴും കാര്യങ്ങൾ അത്ര ആശ്വാസകരമല്ല എന്നുള്ള വിവരമല്ലേ പുറത്തു വരുന്നത്? രഞ്ജിത്ത്, പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഇറാനും അമേരിക്കയും ഏർപ്പെട്ട സമാധാന ധാരണാ കരാർ, പ്രാഥമിക കരാർ അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക ശക്തമാണ്. ഇസ്രയേൽ ഈ കരാറിനെ അട്ടിമറിക്കുമോ എന്നത് വലിയ ആശങ്കയായി നിലനിൽക്കുന്നു. ഞായറാഴ്ചയാണ് യു.എസും ഇറാനും ഇത്തരത്തിൽ ഒരു സമാധാന കരാർ സംബന്ധിച്ച ധാരണയിലെത്തിയത്. ആ ധാരണയ്ക്ക് പിന്നാലെ തന്നെ ഇസ്രയേൽ ലെബനനിൽ ബെയ്റൂട്ടിൽ ആക്രമണം ശക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിലും വളരെ ശക്തമായ ആക്രമണമാണ് തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ നടത്തിയത്. ഏതാണ്ട് രാജ്യത്തിൻ്റെ 5% വരുന്ന പ്രദേശം അതിൻ്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഹെസബുല്ലയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ അതിശക്തമായി ഇസ്രയേൽ തുടരുമ്പോൾ ഈ സമാധാന കരാറിൻ്റെ ഭാവി എങ്ങനെ എന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം അമേരിക്കയും ഖത്തറും ഇടപെട്ട് ചില വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. അത് പ്രായോഗികമായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രയേലും ഹെസബുള്ളയും വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു. പ്രാദേശിക സമയം 4 മണി മുതൽ ഈ വെടിനിർത്തൽ വന്നു എന്ന് സ്ഥിരീകരിക്കുമ്പോഴും ആശങ്കകൾ വിട്ടൊഴിയുന്നില്ല. കാരണം ഇസ്രയേലിൻ്റെ നേതാക്കളുടെ പ്രതികരണവും അതോടൊപ്പം തന്നെ ലെബനൻ്റെ പ്രതികരണവും തികച്ചും പ്രകോപനപരമാണ്. ആ പ്രകോപനപരമായ പ്രതികരണം സൃഷ്ടിക്കാനിടയായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണമാണ്. ലെബനൻ പറയുന്നത് ഇസ്രയേൽ സൈന്യം എത്രത്തോളം കാലം അവിടെ തുടരുന്നുവോ ആ കാലമത്രയും വെടിനിർത്തൽ എന്നത് അപ്രായോഗികമായിരിക്കും എന്നൊരു പ്രതികരണമാണ് ലെബനൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇസ്രയേലുമാകട്ടെ സമാനമായ പ്രതികരണം നടത്തുന്നു. അതായത് ഇസ്രയേൽ സൈന്യത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം അത് എപ്പോഴും ഉണ്ടാകും, ഒരു കരാറും അതിൻ്റെ ഭാഗമല്ല എന്ന തരത്തിൽ ഇസ്രയേലും ഇതിനോട് വിട്ടുവീഴ്ച ഇല്ല എന്ന സമീപനം സ്വീകരിക്കുന്നു. ഇതാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. എന്തായാലും സമാധാന ധാരണാപത്രത്തിൽ ഇരുഭാഗവും ഒപ്പുവെച്ചു എങ്കിലും ഇസ്രയേലും ലെബനൻ കേന്ദ്രീകരിച്ച് ഹെസബുള്ളയെ ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളും അത് വളരെ ശക്തമായി തുടരുകയാണ്. ഇത് ആശങ്കയായി നിലനിൽക്കുകയും ചെയ്യുന്നു. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും സമാധാന ചർച്ചകൾ ജനീവയിൽ നടക്കേണ്ടതാണ്. അതിൻ്റെ ഭാവി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ